അതെ സാർ, കഷ്ടകാലം വരുമ്പോഴാണ് ഇത്തരം ഫണ്ടുകൾ ഉപകാരപ്പെടുക. ഞാനൊരു വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ഒരു പുതിയ പോളിസി എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ലേ. ഒരു സാധാരണ പോളിസിയുമായി മ്യൂച്വൽ ഫണ്ടിനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് സാർ. സാധാരണ പോളിസി എടുത്താൽ 10-20 കൊല്ലം അടച്ചു തീർക്കുന്നതിനിടയിൽ വെള്ള തമിഴിൽ ലോറിയും തട്ടി സാറ് തട്ടിപ്പോയാലോ അനങ്ങാൻ വയ്യാതെ കിടപ്പാവുമ്പോഴോ മാത്രമേ ചേച്ചിക്ക് കാശ് ലഭിക്കുന്നുള്ളൂ. പക്ഷെ ഇത് അതല്ല. ഈ കാശ് പിന്നെ എപ്പോഴാ കിട്ടുക? ഈ കാശ് കിട്ടാൻ ചേട്ടൻ മരിക്കുകയോ അസുഖം വന്ന് കിടപ്പിലാവുകയോ വേണ്ട. മരിക്കുന്ന കാര്യം തന്നെ പറയണേ. മനുഷ്യാവസ്ഥയല്ലേ സാർ? ഈ പടി ഇറങ്ങി പോകുമ്പോഴായിരിക്കും ഞാൻ വെറുതെ വീണ് കിടപ്പിലാവുന്നത്. അയ്യോ, ഇയാളും മരിക്കാനൊന്നും നിൽക്കണ്ട. നീ ഒന്ന് അകത്ത് പോകുന്നുണ്ടോ കമലം? ഇയാള് കാര്യം മുഴുവൻ പറയട്ടെ. എന്റെ ചേച്ചി, എന്റെ പൊന്നു ചേച്ചി, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. ചേച്ചി തരുന്ന കാശ് ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് കൂടി താല്പര്യമുള്ള സ്ഥലത്ത് നിക്ഷേപിക്കുന്നു. ഇപ്പൊ ഇട്ടാൽ നിശ്ചിത സമയം കഴിഞ്ഞ് ചേച്ചിക്ക് എപ്പോ വേണേലും തിരിച്ചെടുക്കാം. ഒന്ന് പോയടാ. അങ്ങനെ കുറെ കാലങ്ങൾ എടുക്കാൻ വേണ്ടി ഇവിടെ ആരും ഒന്നും ഇടുന്നില്ല. താനൊന്ന് പോയേ. അങ്ങനെ പറയരുത്. നിക്ഷേപിക്കാൻ ചേച്ചിക്ക് കൂടെ താല്പര്യമുള്ള സ്ഥിതിക്ക് താനെന്നറിയ പോകുന്നുണ്ടോ? പോകാൻ വരട്ടെ. എന്താ പേര്? രഘുനന്ദനൻ. നല്ല പേര്. എന്റെ രഘുനന്ദ പോയി നാളെ വാ. ഞാൻ ഇതിയാനോട് സംസാരിച്ച് നല്ലൊരു തീരുമാനം ആക്കി വെക്കാം. സാരമില്ലെന്നേ. ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന്റെ കണക്കൊക്കെ എല്ലാ മാസവും നന്ദു തന്നെ വന്ന് അറിയിക്കുമല്ലോ അല്ലേ? പിന്നെ അപ്പൊ എല്ലാ മാസവും തീർച്ചയായും വരും സാറേ. അപ്പൊ ചേച്ചി നാളെ കാണാം. വരട്ടെ ചേച്ചി. ബൈ ബൈ. അവന്റെ ഒരു സ്കീം. പോട്ടെ ചേട്ടാ, ഒരു പാവം ചെറുപ്പക്കാരന്റെ വയറ് പിഴയ്ക്കാനല്ലേ. അതെടി പിഴക്കണത് നിന്റെ. ഈ മനുഷ്യന്റെ ഒരു കാര്യം ഒരിക്കലും നന്നാവില്ല. തിന്നെയില്ല, തിരികയില്ല. വേണ്ട. 18 മൈല് 20. നീ ഇങ്ങനെ ഈ തക്കട തരകട ഏർപ്പാടുകളുമായിട്ട് എത്ര നാളാന്ന് വെച്ചാ എന്റെ രഘു? ഏജ് ഓവറൊന്നും ആയിട്ടില്ലല്ലോ. ഒരു ദിവസം ഞാനും ഇരിക്കും ഗസറ്റഡ് റാങ്കിൽ. അതിനുവേണ്ടി ഉറക്കം വിളിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടേ കൊല്ലം 3 ആയി. എത്തി മോനെ. സാറിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതാ അത് നമ്മുടെ സ്വർണ്ണക്കട നടത്തുന്ന തോമസ് മോലാളുടെ അനിയൻ ആന്റണി തന്നെ മോനെ. ഇപ്പൊ ലോട്ടറി എടുക്കണതേ പഴയതുപോലെ കൂലിപ്പണിക്കാർ മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥര്, ബിസിനസ്സുകാര്, സ്ത്രീകള്, അങ്ങനെ എല്ലാരും ഉണ്ട്. ദേ, നീ ഇങ്ങനെ പല ജോലിയായിട്ട് പാടുപെടുന്നോണ്ട് പറയാ. ആ പള്ളിമൂല ജംഗ്ഷനിലെ പഴയ ടൈപ്പ് റൈറ്റിംഗ് സെന്ററിന്റെ മുറി ഇപ്പൊ ഒഴിഞ്ഞു കിടക്കുക. നീ ഒരു ലോട്ടറി കട അവിടെ തുടങ്ങ്. എടാ, ഇപ്പൊ വെച്ചിട്ട് കേറ്റാടാ. ആർക്കടിച്ചാലും ഷെയർ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലെ കൂതറുകൾക്ക് പണിയെടുക്കാതെ പെട്ടെന്ന് കാശുകാരാവണമെന്ന മോഹമുള്ളിടത്തോളം കാലം നഷ്ടം വരുമെന്ന തോന്നലും വേണം. ചേട്ടാ, ഈ 747 ഉണ്ടോന്ന് ഒന്ന് നോക്കേ. നോക്കണ്ട, ഇന്ന് വീണത് 767. അയ്യോ, പിന്നെയും പോയി ഒരു നമ്പറിന്. ഏതായാലും 200 രൂപയ്ക്ക് എടുത്തേ. 847 മതി കേട്ടോ. നാളെ ഞാൻ ശരിക്കും ഒന്ന് പിടിക്കും. ഈ ലോട്ടറി കമ്പനിക്കാർ നറുക്കെടുക്കുന്ന നമ്പർ ഇവരെങ്ങനെയാണ് മുൻകൂട്ടി അറിയുന്നേ? അതൊക്കെ എന്റെ മോനെ. ഇന്ന് വീണ 3 നമ്പറിൽ നിന്ന് ഒരക്കം മാത്രം നാളെ മാറൂ. അതൊരു ഗുഡൻസാ. എല്ലാ ദിവസവും ഒരക്കത്തിന് എന്റെ ഭാഗ്യം പോണത്. പക്ഷേ ഞാൻ പിടിക്കും. ഒരിക്കൽ ലോനപ്പനെ ഞാൻ പിടിക്കും. അതാരാ ലോനപ്പൻ? ലോട്ടറി രാജാവ് സാൻഡ്രിയാഗോ ലോനപ്പൻ. ചിരിക്കണ്ട. നമ്മളൊക്കെ ഇവിടുന്ന് ഒറ്റ നമ്പർ തിരിക്കുമ്പോ അങ്ങേരും നമ്മുടെ മുകളിലിരുന്ന് ഒറ്റ കറക്കുക. അതിലല്ലേ മുഴുവൻ മാറിപ്പോണത്. അങ്ങനെ അടച്ചു പറയണ്ട ചന്ദ്രപ്പ. ഇതിന്റെ പലതിന്റെ നറുക്കെടുപ്പ് നടക്കുന്നതേ അങ്ങ് സിക്കിമിലും ഭൂട്ടാനിലുമാ. നീ ഒന്ന് പോടാ. നമ്മുടെ എറണാകുളത്ത് ഭൂട്ടാനിൽ നിന്ന് സിക്കിമിൽ നിന്ന് കുറെ പേരെ വാർക്കപ്പണിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഉച്ചക്ക് ഊണിന്റെ സമയമാകുമ്പോ അവരെ കുറച്ചുപേരെ വിളിച്ചുകൊണ്ടുവന്നൊരു സ്ഥലത്തിരുത്തും. എന്നിട്ട് 4 വീഡിയോ ക്യാമറയും വെച്ച് എന്ന് 4 വാക്കും 4 നമ്പറും. നമ്മള് പാവൻ ലോട്ടറിക്കാരി പേനയും കടലാസ് എടുത്ത് കുറിക്കുക എന്നെ കുറിക്കുക. എന്റെ ബാങ് 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 കള്ളക്കളിയുള്ള കള്ളക്കളി. എന്നാ പിന്നെ ചന്ദ്രപ്പൻ ഈ പണി അങ്ങ് നിർത്തിക്കൂടെ? അതിനിത്തിരി പുളിക്കും. ചന്ദ്രപ്പൻ ഇതിലിറക്കി കാശ് എത്രയെന്നറിയോ? എന്റെ ഭാര്യയുടെ കെട്ടുതാലി, 5 സെന്റ് സ്ഥലം, ഉണ്ടായിരുന്ന ഒരേ ഒരു ഓട്ടോറിക്ഷ. ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ നീ എനിക്ക് മാസം 50,000 രൂപ ശമ്പളം കിട്ടുന്ന ഉദ്യോഗം തരുമോ? ഇല്ലല്ലോ. മാതിനെ എടുക്കടാ 150 രൂപ പുലിക്കുട്ടികളെ. രഘോ, ഇത് എടുത്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ വേണ്ട. തുടങ്ങിയാ പിന്നെ നിർത്താൻ പറ്റൂല. അതുകൊണ്ട് പറഞ്ഞതാ. എങ്ങനെ ചന്ദ്രപ്പനാ നീയൊക്കെ കൂടെ അല്ല ഇങ്ങനെ ആക്കിയത്? അത് പറയരുത്. എല്ലാ ചെലവും കഴിഞ്ഞ് 10 രൂപ ബാക്കി ഉണ്ടെങ്കിൽ അതിന് പോയി കള്ളു കുടിക്കാതെ ലോട്ടറി എടുക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. എടാ, അതുകൊണ്ട് ആരും ഇതുവരെ നാശമായിട്ടില്ല.
കഴിഞ്ഞ ഒരാഴ്ച ആയിട്ടേ നിന്റെ അച്ഛൻ ഇവിടെ വന്ന് ലോട്ടറി എടുക്കുന്നു. എന്നിട്ട് അയാൾ നാശമായോ? ഇല്ലല്ലോ. വെറുതെ അല്ല ആൾക്കാർ കാശുകാരാവണത്. സന്ധ്യ ആയാൽ അച്ഛനാ തുളസി തറയിൽ ഒരു വിളക്ക് വെച്ചൂടെ? ഉമ്മറത്തെ ലൈറ്റ് ഇട്ടൂടെ? ദേ സ്വിച്ച് അവിടെ ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല. നീ ഇട്ടാലും കത്തും. മോൻ ചെല്ലേ. ഇതിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പൂർത്തിയായി. ഏത് ലൈറ്റിന്റെ? അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇത് കഴിഞ്ഞ ആഴ്ചത്തെ കുയിലിന്റെ റിസൾട്ടാ. ഈ ലോട്ടറി നമ്പർ മാറണത് ഒരു പ്രത്യേക രീതിയിലാ. ആ രീതി പിടി കിട്ടിയ 200 രൂപയുടെ ടിക്കറ്റിന് രൂപ 2 ലക്ഷം വീട്ടിലിരിക്കാൻ പോണേ. ഇവിടുത്തെ അലമാരിയിൽ ആ 2 ലക്ഷം ഇരിക്കണോണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ? ഉണ്ടെങ്കിൽ ഞാൻ വേറെ എവിടെങ്കിലും കുഴിച്ചിടാം. തമാശിച്ചതാ. ഉള്ള ജോലി മര്യാദയ്ക്ക് ചെയ്തിട്ടായി പറയുന്നെങ്കിൽ കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ പകുതി ലീവാ. ആ സമയം ബാക്കിയുള്ളവൻ വേണം ആ പണിയും കൂടി എടുക്കാൻ. എന്നിട്ടാ ഇപ്പൊ ലോട്ടറി കളിച്ച് രക്ഷപ്പെടാൻ നോക്കണം. മോനെ, ഭാഗ്യം വരുമ്പോ പുറംകാലം കൊണ്ട് തട്ടി കളയരുത് കേട്ടാ. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും സൈഡ് ബിസിനസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലാട്ടാ. എടാ, ഈ സർക്കാർ ജോലി ചെയ്തിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാ? നമ്മുടെ മുല്ലക്കലെ വാസുദേവനാരുടെ മകൻ ആരായിരുന്നു? തഹസിൽദാരായിരുന്നു, തഹസിൽദാർ. എന്നിട്ട് എന്തുണ്ടായേ? കടം കൊണ്ട് കാട് കയറി അയാളും ഭാര്യയും മക്കളും ആത്മഹത്യ ചെയ്തില്ലേ? സ്വന്തം പിടിപ്പുകേട് കൊണ്ട് ജീവിതം തുളച്ചവരാ എല്ലാ കാലത്തും അച്ഛന്റെ മാതൃക. അല്ലാതെ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ മാസ ശമ്പളം കൊണ്ട് മാത്രം വീടും വെച്ച് കുടുംബവും പോറ്റി നല്ല അന്തസ്സോടെ ജീവിക്കുന്നവര്. പിന്നെ അന്തസ്. ഹൗസിംഗ് ലോൺ അടയ്ക്കാൻ കാശില്ലാണ്ട് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എന്റെ കയ്യിൽ നിന്നാ കടം വാങ്ങിച്ചേ. അതറിയോ? അതിന് അച്ഛന്റെ കയ്യിൽ എവിടെ കാശ്? നിന്റെ പോക്കറ്റിന് എടുത്തു. പോയി പോയി മോഷണം തുടങ്ങിയോ? എന്റെ ദൈവമേ. നാട്ടുകാരുടെ അടുത്തൊന്നല്ലല്ലോ, 10 മാസം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് എനിക്കുണ്ടായ എന്റെ മകന്റെ പോക്കറ്റിൽ നിന്നല്ലേ. അതൊരച്ഛന്റെ അവകാശ. നീ നോക്കിക്കോ, നമ്മുടെ സങ്കടം ഒക്കെ മാറും. പുള്ളിപ്പുലി ചതിച്ചാലും കുയില് ചതിക്കില്ല. ആളുകള് മാസങ്ങളോളം പണം മുടക്കി പഠിക്കാൻ പറ്റാത്ത കളി അച്ഛൻ 3 ദിവസം കൊണ്ടാ പഠിച്ചത്. ഇപ്പൊ നീ തോറ്റില്ലേ? അയ്യേ. നാളെ നറുക്കെടുക്കുമ്പോ നോക്കിക്കോ, അടിക്കും ഉറപ്പാ. അതീന്ന് 25,000 മുടക്കി വീണ്ടും ലോട്ടറി എടുക്കും. അതീന്നും അടിക്കും, അതീന്ന് വീണ്ടും. അങ്ങനെ അടിച്ച് എന്റെ രഘുനന്ദന നമ്മളൊരു കലക്കും. എന്ത് എടാ മോനെ, നീ എന്തായി കാണിക്കണ? കീറലടാ, ചതിക്കല്ലേ എന്റെ കുയില്. സ്വന്തം വിയർപ്പൊഴുക്കി കുടുംബം നോക്കാൻ മടിയുള്ള സകലർക്കും പറഞ്ഞിട്ടുള്ള ഈ ലോട്ടറി അത് ഈ വീട്ടിൽ വേണ്ട. പണിക്ക് പോകാൻ മടിയാണെങ്കിൽ ഇതിനകത്ത് കുത്തിയിരുന്നോ. ഞാൻ എന്തെങ്കിലും ചെയ്ത് അച്ഛനെ പോറ്റിക്കോളാം. അതെ, ഞാൻ പണിക്ക് പോണ്ടെന്ന് നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അയ്യടാ, എന്നിട്ട് വേണം ആ പേരും പറഞ്ഞ് ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിരങ്ങാൻ. ഇനി ഒരു ദിവസം പണിക്ക് പോയില്ലെന്ന് അറിഞ്ഞാ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അങ്ങനെ എല്ലാ ദിവസവും പണിക്ക് പോകണമെങ്കിൽ നീ എനിക്കൊരു 5,000 രൂപ തന്ന് സഹായിക്കണം. കഴിഞ്ഞ ടൂർണമെന്റിന് നമ്മുടെ ടീമിന് ജേഴ്സിയും ഷൂസും വാങ്ങാൻ ഓഫീസിലെ ത്രേസ്യാമിയോട് കടം വാങ്ങിയ കാശ, അത് തിരിച്ചു കൊടുക്കണം. അതിനല്ലേ കഴിഞ്ഞ മാസത്തെ ശമ്പളം എടുത്തത്. അത് അതിന്റെ മുമ്പത്തെ മാസത്തെ ക്ലബിന്റെ വാടക കുടിശ്ശിക തീർക്കാൻ കൊടുത്തില്ലേ? അപ്പൊ PF ലോൺ എടുത്തതോ? അത് ഞാൻ വിശന്നപ്പോ അച്ചാറ് മുക്കി തിന്നു. നീ ഇങ്ങനെ കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്തിട്ടോ. അച്ഛന്റെ നശിച്ച ഫുട്ബോൾ ഭ്രാന്ത് കാരണം ഈ വീട് ഗതി പിടിക്കാതെ പോയത്. ത്രിസന്ധിക്ക് ഫുട്ബോളിന് പ്രാഗലട മോനെ. ദൈവങ്ങളുടെ കളിയ ഫുട്ബോള്. പെലെ, മറഡോണ, മെസ്സി, പിന്നെ ആ ചള്ള് ചക്കരുണ്ടല്ലോ പല്ലൊക്കെ പൊന്തിട്ട്, ആ റൊണാൾഡീഞ്ഞോ. അവന്റെ കളി എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ.